ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവിടുത്തെ ഹഖ് ജാഹ ബർക്കത്തുകൊണ്ട് ഈ വീട്ടിലേക്ക് നമ്മൾ കുടിയിരുന്നത് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. റഹ്മാൻ റഹീമായ റബ്ബ് നമ്മളിവിടെ നിസ്കരിച്ചത് തുടർന്ന് ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതിൻ്റെ ഒരു ബർക്കത്തുകൊണ്ട് എപ്പോഴും റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടാക്കി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. റഹ്മാൻ റഹീമായ റബ്ബ് ദീന് എപ്പോഴും സജീവമാകുന്ന വീടായി ഈ വീടിന് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതപ്പെടുന്നു. ധാരാളം സദഖകൾ, നന്മകൾ, ഇതൊക്കെ ഉണ്ടാകുന്ന വീടായി ഭക്ഷണം, ഇതിലുള്ള ജീവിതം ഇതെല്ലാം വരുന്നുണ്ടെങ്കിൽ മഹാന്മാരെ ഹഖ് വർക്കത്തുകൊണ്ട് ഈ മൗലിദിന്റെ ഹഖ് വർക്കത്തുകൊണ്ട് ഈ സദസ്സിലെ വർക്കത്തുകൊണ്ട് റഹ്മാനാവുന്നത് കാവലിൽ നിന്ന് നമുക്ക് സംരക്ഷണം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കുറിച്ചിൽ ഓടേണ്ടവരെ അങ്ങനെയുള്ള ഇപ്പോൾ പള്ളിക്കാട്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഉണ്ടാകുന്ന കപ്പറുകളിലേക്ക് ഈ മജ്ലിസിനെ പ്രകാശമാക്കി എത്തിച്ചു കൊടുക്കട്ടെ. അവരെ ആത്മീയമായ സാന്നിധ്യമുള്ള മജ്ലിസാക്കി ഈ മജ്ലിസിന്റെ വർക്കത്തോട് അതിൽ നിന്നെല്ലാം രക്ഷ നൽകി അവരെ ദർജകളുടെ കാര്യങ്ങളിലേക്ക് ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് ഇതെല്ലാം വളരെ തൃപ്തിയാക്കിക്കട്ടെ. നമുക്ക് കുടുംബത്തിലും എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് വീട്ടിൽ താമസിക്കുന്നവർക്ക് ദീർഘായുസ്സും ആരോഗ്യത്തെ ഉറപ്പ് കൊടുക്കട്ടെ. റഹ്മാൻ നമുക്ക് മക്കളൊക്കെ നന്നാക്കി തരട്ടെ. ഈ ഉപകാരപ്പെടുന്ന മനുഷ്യനത്തിൽ വെച്ച് കാവൽ നിർത്തുന്ന മക്കളാക്കി നമ്മുടെ മക്കളെയും തലമുറകളെയും കബൂൽ ചെയ്യട്ടെ. النبي الأمي وعلى آله وصحبه وسلم. اللهم ببركة شعائرك وبركة من يعظم شعائرك وببركة كلماتك التامات وبركة رجال الغيب وبركة المدبرات أمرا وبحق السائلين